കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായിക്ക് മാസവേതനം 1.75 ലക്ഷം രൂപയും ഓഫീസ് ചെലവിന് 25,000 രൂപയുമോ? 5 നയാ പൈസ പോലും വേതനമായി വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഈ കോടീശ്വരിയായ ശ്രീമതി മല്ലിക. ഈ കലാമണ്ഡലം ചാൻസലർ പദവി ഒരു പൈസയുടെ ചെലവില്ലാതെ ഗവർണർ നോക്കിയിരുന്നതല്ലേ? നിങ്ങൾ കുറച്ച് പേര് തിന്നിട്ട് എല്ലിന്റെ ഇടയിലിട്ട് കുത്തിയിട്ട് അത് കാരണമല്ലേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ശ്രീമതി മല്ലികയെ ആ സ്ഥാനത്ത് ഇപ്പൊ പ്രതിഷ്ഠിച്ചു വെച്ചത്? ഇപ്പോൾ അവർക്ക് മാസം തോറും 2 ലക്ഷം രൂപ ശമ്പളമോ? ഹോണറേറിയം. ആഹാ, ബെസ്റ്റ്. ആ സജി ചെറിയാൻ സാറിന്റെ വാക്ക് കേട്ട് അങ്ങും. പ്രിയരെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായിക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ വേതനം നിശ്ചയിച്ചു. ഓണറേറിയമായി മാസം 1.75 ലക്ഷവും ഓഫീസ് ചെലവിനായി 25,000 രൂപയും നൽകാനാണ് തീരുമാനം. അതിനു മുമ്പ് യാത്രാ ചെലവും മറ്റ് സൗകര്യവുമാണ് നൽകിയിരുന്നത്. സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് ഗവർണറെ മാറ്റി ഇവരെ ചാൻസലറായി നിയമിച്ചത്. ഇവരും എനിക്ക് 5 നയാ പൈസ വേണ്ട എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ വേതനത്തിന് വ്യവസ്ഥയുണ്ടാകണമെന്ന് മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിനോട് മല്ലിക ആവശ്യപ്പെടുകയും അതിൽ പ്രകാരം രജിസ്ട്രാർക്ക് കത്ത് നൽകുകയും ചെയ്തു. ഉടൻ തന്നെ ഫലമുണ്ടായി. 1.75 ലക്ഷം ശമ്പളവും ഓഫീസ് ചെലവുകൾക്കായി 25,000 രൂപയും എല്ലാ മാസവും അനുവദിച്ചുകൊണ്ട് അങ്ങ് ഉത്തരവ് വന്നിട്ടുണ്ട്. പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ സ്തുതിപാഠകർക്ക് സമ്മാനക്കിഴി രാജാവ് സമ്മാനമായി നൽകുമായിരുന്നു. ഇവിടെ 5 പൈസയുടെ ജോലി ചെയ്യാതെ നാടിനോ നാട്ടാർക്കോ ഒരു പ്രയോജനവുമില്ലാതെ സ്തുതി പാടിയത് കൊണ്ട് മാത്രം കോടീശ്വരിയായ ശ്രീമതി മല്ലിക സ്വന്തമാക്കിയത് മാസം 2 ലക്ഷം രൂപ വച്ചാണ് എന്നോർക്കണം. 1. കേരളത്തിന്റെ പൊതുകടം 4 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. 2. ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി വീണ്ടും കടമെടുത്തുകൊണ്ടിരിക്കുന്നു. 3. KTDC നഷ്ടത്തിലാണ്. 4. KSRTC നഷ്ടത്തിലാണ്. ബിവറേജസ് നഷ്ടത്തിലാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല. 8 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് ഈ പെൻഷൻ കിട്ടാതെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ മരിച്ചവർ അനവധിയാണ്. അടുത്തത്, സർക്കാർ ജീവനക്കാരുടെ 4 വർഷത്തെ DA ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഇനി സ്കൂളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും പണമില്ല. സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്. അടുത്തത്, ആശുപത്രിയിലെ പാൽ വിതരണം ചെയ്തതിൽ കുടിശ്ശിക കാരണം പാൽ വിതരണം മിൽമ നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ആശുപത്രി രോഗികൾക്കുള്ള ബ്ലഡ് സപ്ലൈ കമ്പനി നിർത്തലാക്കി. കാരണം ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ്. മാവേലി സ്റ്റോറുകളിൽ 13 തരം സബ്സിഡി സാധനങ്ങളില്ല. തൽഫലമായി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ പട്ടിണിയിലാണ്. റേഷൻ കടകൾ പൂട്ടേണ്ട വക്കിലാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും ടാക്സും വിലയും കൂടിയിരിക്കുന്നു. കറണ്ട് ചാർജ് എല്ലാ മാസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെട്രോളിനും ഡീസലിനും മദ്യത്തിനും 2 രൂപ സെസ് ഏർപ്പെടുത്തി. എന്നിട്ടും ക്ഷേമ പെൻഷൻ 8 മാസം കുടിശ്ശിക. ഇനി അടുത്തത്, റോഡ് മൊത്തം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. നന്നാക്കാനൊട്ട് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. പരീക്ഷ നടത്തുവാനോ ചോദ്യപേപ്പർ അച്ചടിക്കാനോ അവരുടെ കയ്യിൽ പൈസയില്ല. RC ബുക്ക്, ലൈസൻസ് എന്നിവ അച്ചടിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ഇങ്ങനെയൊക്കെ പൊതുജനം കഷ്ടപ്പെടുമ്പോഴാണ് ഈ സ്തുതി പാടി നടക്കുന്ന സാംസ്കാരികൾക്ക് ലക്ഷങ്ങൾ വാരിക്കോരി ഇവരിങ്ങനെ കൊടുക്കുന്നത്. ഇനി മല്ലിക മാഡത്തിനോടാണ്, മേഡം, നിങ്ങൾ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാണ് ലക്ഷക്കണക്കിന് രൂപ മാസ ശമ്പളമായി നേടിയെടുത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരുടെ കണ്ണീരുണ്ടാതിൽ. അത് മാഡം മറക്കാതെ പോകരുത്. അവസാനമായി, ബാലഗോപാൽ സാറേ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി അല്ലേ? ഇനി എത്ര കാലം കൂടി ഇങ്ങനെ സാറ് കടന്ന് വലിക്കും?